നമസ്കാരം. CBN വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ചാലക്കുടി വിദ്യാഭ്യാസ ഉപജില്ലാ കേരള സ്കൂൾ കലോത്സവം ആരംഭിച്ചു. പരിയാരം ഗ്രാമപഞ്ചായത്തിലെ മൂതിരക്കണ്ണി ബാലിക്കുളത്ത് വയോജന ക്ലബിന്റെ നിർമ്മാണം ആരംഭിച്ചു. നവീകരിച്ച ചാലക്കുടി പാലസ് മോഡ് റോഡ് സനീഷ് കുമാർ ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. ആളൂർ പോലീസ് സ്റ്റേഷൻ കെട്ടിടത്തിനുള്ള 19 സെന്റ് ഭൂമിയുടെ അനുമതി പത്രം ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ശ്രീമതി ഡോക്ടർ ബിന്ദുവിൽ നിന്ന് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി B. കൃഷ്ണകുമാർ ഏറ്റുവാങ്ങി. സംസ്ഥാനത്ത് തുടർച്ചയായ 2ാം ദിവസവും സ്വർണ്ണവിലയിൽ ഇടിവ്. കഴുത്തിന് മുറിവേറ്റ നിലയിൽ ആശുപത്രിയിൽ എത്തിച്ച 6 മാസം പ്രായമുള്ള കുഞ്ഞു മരിച്ചു. വാർത്തകൾ വിശദമായി. ചാലക്കുടി വിദ്യാഭ്യാസ ഉപജില്ലാ കേരള സ്കൂൾ കലോത്സവം ആരംഭിച്ചു. ചാലക്കുടി സേക്രഡ് ഹാർട്ട് കോൺവെന്റ് ഗേൾസ് ഹൈസ്കൂളിൽ സംഘടിപ്പിച്ച ഉദ്ഘാടന സമ്മേളനത്തോടനുബന്ധിച്ച് AEO PB നിഷ പതാക ഉയർത്തി. സനീഷ് കുമാർ ജോസഫ് MLA കലോത്സവം ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ ചെയർമാൻ ഷിബു വാലപ്പൻ അധ്യക്ഷത വഹിച്ചു. പ്രശസ്ത ചിന്തുപാട്ട് കലാകാരി ഹൃദ്യ ഷലിൻ മുഖ്യാതിഥിയായി. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വേണു കന്തിരുമഠത്തിൽ, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ദീപു ദിനേശ്, നഗരസഭാ കൌൺസിലർമാരായ നീത പോൾ, TD എലിസബത്ത്, ഡയറ്റ് ഫാക്കൽറ്റി ഡോക്ടർ PCCG, ചാലക്കുടി BPC ലിജോ ജോസ്, ജനറൽ കൺവീനർ സിസ്റ്റർ ജോസ്ലിൻ, HM ഫോറം കൺവീനർ R. ശ്രീകുമാർ, ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ പ്രതിനിധി MR. രതീഷ് മേനോൻ, സേക്രഡ് ഹാർട്ട് കോൺവെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ സോഫിയ, LP സ്കൂൾ പ്രധാനാധ്യാപിക സിസ്റ്റർ റോസ്പിൻ, ഹൈസ്കൂൾ പ്രധാനാധ്യാപിക പ്രതിനിധി NS ഷീബ, പ്രധാനാധ്യാപിക പ്രതിനിധി റാണി ജോൺ, അധ്യാപക പ്രതിനിധികളായ PS ശ്രീമോൾ, KM അബ്നിലാഷ്, VS ബിന്ദു, KU ദിലീപ്, ബിജു വർഗീസ്, സുനീഷ് PP, സേക്രഡ് ഹാർട്ട് കോൺവെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ PTA പ്രസിഡന്റ് ലിജോ കുറ്റിക്കാടൻ, LP സ്കൂൾ PTA പ്രസിഡന്റ് CJ ഷൈൻ എന്നിവർ പ്രസംഗിച്ചു. നവംബർ 7 നടക്കുന്ന സമാപന സമ്മേളനത്തോടെ 4 ദിവസങ്ങളിലായി നടക്കുന്ന ചാലക്കുടി വിദ്യാഭ്യാസ ഉപജില്ലാ കേരള സ്കൂൾ കലോത്സവത്തിന് തിരശ്ശീല വീഴും. ചാലക്കുടി സേക്രഡ് ഹാർട്ട് കോൺവെന്റ് LP സ്കൂൾ, സേക്രഡ് ഹാർട്ട് കോൺവെന്റ് ഗേൾസ് ഹൈസ്കൂൾ, സെയിന്റ് മേരീസ് LP സ്കൂൾ, ഗവൺമെന്റ് ഈസ്റ്റ് LP സ്കൂൾ, ഫാസ് ഓഡിറ്റോറിയം എന്നിവിടങ്ങളിലാണ് കലോത്സവ വേദികൾ. ജില്ലാതലത്തിൽ നമ്മുടെ കുട്ടികളുടെ കഴിവുകൾ പരിപോഷിപ്പിക്കുന്നതിനും നമുക്കെല്ലാവർക്കും ആസ്വാദ്യമാക്കുന്നതിനുമായിട്ടുള്ള 4 ദിവസം നീണ്ടു നിൽക്കുന്ന കലോത്സവ പരിപാടി ഏറ്റവും നല്ല രീതിയിൽ അത് സംഘടിപ്പിക്കുന്നതിനാവശ്യമായ പ്രവർത്തനങ്ങളിൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നിരവധി ആളുകൾ നന്നായി പങ്കാളികളാകുകയും അതിനാവശ്യമായിട്ടുള്ള മുന്നൊരുക്ക പ്രവർത്തനങ്ങളൊക്കെ പൂർത്തിയാക്കുകയും ചെയ്തതിന് സത്യം പറഞ്ഞാൽ ഇങ്ങനൊരു വേദിയിൽ എത്തുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. എന്താ പറയേണ്ടതുള്ള വാക്കുകളിലേക്ക് കിട്ടുന്നില്ല. കാരണം ഞാൻ കുറേ, അതായത് എൻ്റെ ക്ലാസ് പറഞ്ഞാൽ SME UPS കൂടെ ചാലക്കുടി ഉപജില്ലാ കേരള സ്കൂൾ കലോത്സവത്തിന് ഇന്നിവിടെ തുടക്കം കുറിക്കുകയാണ്. ഇനി വരുന്ന 4 ദിവസങ്ങൾ ചാലക്കുടിയിലെ ഏറ്റവും വലിയ കലോത്സവം.
പരിയാരം ഗ്രാമപഞ്ചായത്തിലെ മോതിരക്കണ്ണി ബാലിക്കുളത്ത് വയോജന ക്ലബിന്റെ നിർമ്മാണം ആരംഭിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം ജിനീഷ് പി ജോസ് നിർമ്മാണ ഉദ്ഘാടനം നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് മായ ശിവദാസൻ അധ്യക്ഷയായി. വാർഡംഗം ആനി ജോയി, അല്ലി ഡേവിസ്, സിനി ലോനപ്പൻ തുടങ്ങിയവർ സംസാരിച്ചു. ജില്ലാ പഞ്ചായത്ത് അനുവദിച്ച 15 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് വയോജന ക്ലബിന് കെട്ടിടം നിർമ്മിക്കുന്നത്. 15 ലക്ഷം രൂപയാണ് അത് ചെലവ്. നമ്മൾ റൂം, ടോയ്ലറ്റ് ഹോള്, ഓപ്പൺ ആയിട്ടുള്ള ഹാൾ, അതാണ് ഇപ്പോൾ. നമുക്കറിയാം, ഈ പ്രായമുള്ള ആളുകളുടെ വീട്ടിൽ ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയ്ക്ക് നമുക്കറിയാം. സർക്കാരിൻ്റെ കണക്ക് പ്രകാരം നമ്മുടെ ഏറ്റവും വലിയ പ്രതിസന്ധി ആവാൻ പോണത് ഇപ്പോൾ ആയുർവേദിക്ക് നമുക്ക് 76ആണ്. അപ്പോൾ അത് വർദ്ധിക്കാനിടയുണ്ടെന്നും പ്രായമായവരുടെ എണ്ണം കേരളത്തിൽ മറ്റിടങ്ങളേക്കാൾ കൂടുതൽ വർദ്ധിക്കുന്നുണ്ട് എന്നുള്ളതും, ഈ പറഞ്ഞ ജീവിതശൈലി രോഗങ്ങൾ ഒട്ടനവധി ഇവരെ ബാധിക്കുന്നുണ്ട് എന്നുള്ളതും, അവരെ കെയർ ചെയ്യാൻ പറ്റാത്ത തരത്തിൽ കേരള സമൂഹം വലിയ വീർപ്പുമുട്ടൽ അനുഭവിക്കുന്നുണ്ട് എന്നുള്ളതും ഒരു റിപ്പോർട്ടായിട്ട് വന്നത്. അതായത് നമ്മളൊക്കെ പ്രായമായി കഴിയുമ്പോൾ വീട്ടിൽ ഒറ്റപ്പെടുകയും നമ്മുടെ മക്കളും അല്ലെങ്കിൽ മരുമക്കളൊക്കെ ചിലപ്പോൾ ഉന്നത വിദ്യാഭ്യാസം നേടിയ ആളുകളായിരിക്കും, അവർക്ക് ചിലപ്പോൾ വിദേശത്തായിരിക്കും ജോലി, അല്ലെങ്കിൽ മറ്റിടങ്ങൾ. നവീകരിച്ച പാലസ് മോഡൽ റോഡ് സനീഷ് കുമാർ ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ ചെയർമാൻ ഷിബു വാലപ്പൻ അധ്യക്ഷനായി. വാർഡ് കൌൺസിലർമാരായ VJ ജോജി, TD എലിസബത്ത്, ബിന്ദു ഡേവിസ് എന്നിവരും ഡോക്ടർ B പ്രശാന്ത്, സാബു തെക്കൻ എന്നിവർ പ്രസംഗിച്ചു. MLAയുടെ ആസ്തി വികസന ഫണ്ട്, നഗരസഭാ ഫണ്ട് എന്നിവ ഉപയോഗപ്പെടുത്തി 50 ലക്ഷം രൂപ ചെലവിലാണ് നവീകരണം പൂർത്തിയാക്കിയത്. പ്ലാസ്റ്റിക് ബോട്ടിൽ ബൂത്ത്, ബെഞ്ച്, റോഡിനിരുഭാഗത്തും കോൺക്രീറ്റ് ഇട്ട് വീതി കൂട്ടൽ എന്നീ പ്രവൃത്തികളും ഇതിന്റെ ഭാഗമായി നടത്തി. സെയിന്റ് ജെയിംസ് അക്കാദമി, ലയൺസ് ക്ലബ്ബ്, റോട്ടറി ക്ലബ്ബ് എന്നിവയുടെ സഹകരണത്തോടെ സൗന്ദര്യവൽക്കരണവും നടത്തി. വഴിയോരങ്ങളിലെ ചെടികൾ പരിപാലിക്കുന്ന മിൻഹാജിയെ ചടങ്ങിൽ ആദരിച്ചു. ചാലക്കുടി നഗരസഭ ഈ 5 വർഷക്കാലം കൊണ്ട് വലിയ വികസന പ്രവർത്തനങ്ങളാണ് നമ്മുടെ നഗരസഭയ്ക്ക് കൊണ്ടുവരാനായിട്ട് കഴിഞ്ഞത്. നിരവധി റോഡുകൾ, അടിസ്ഥാന സൗകര്യങ്ങൾ, തെരുവിളക്ക് ഉൾപ്പെടെ വലിയ മാറ്റങ്ങൾ, സമാനതകളില്ലാത്ത വികസനമാണ് നമുക്ക് ഇവിടെ നടപ്പാക്കാനായിട്ട് സാധിച്ചത്. അതോടൊപ്പം തന്നെ നമ്മുടെ പ്രധാനപ്പെട്ട റോഡുകളെല്ലാം വളരെ മനോഹരമായിട്ട് നമുക്ക് നവീകരിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഏറ്റവും സന്തോഷകരമായിട്ടുള്ള കാര്യമാണ്. അതോടൊപ്പം തന്നെ ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം, ചാലക്കുടി സർക്കാർ ആസ്പത്രിയുമായി ബന്ധപ്പെട്ട് നിരവധി പ്രവർത്തനങ്ങൾ നമുക്ക് കാഴ്ചവെക്കാൻ കഴിഞ്ഞു. അതിൽ എടുത്തു പറയാവുന്നത്, ചാലക്കുടി നഗരസഭയോട് ചേർന്നുള്ള ചാലക്കുടി സർക്കാർ ആസ്പത്രിയിൽ വിമുക്തി കേന്ദ്രം സ്ഥിതി ചെയ്യുന്നുണ്ട്. വെറും 20 പേർക്ക് ഒരു ഫണ്ട് കൊണ്ടോ യാഥാർത്ഥ്യമായ ഒരു മനോഹരമായിട്ടുള്ള റോഡല്ല. MLAയുടെ ഫണ്ടായാലും, പ്രളയ ഫണ്ടായാലും, മുനിസിപ്പൽ ഫണ്ടായാലും, അതിൽ വാർഡ് നമുക്ക് തിരിച്ചു കൊടുക്കുന്ന വാർഡിലേക്കുള്ള ഫണ്ടായാലും ഒക്കെ നമ്മൾ പരമാവധി ആ ആവശ്യത്തിന് വേണ്ടി ഓരോ വർഷങ്ങളിലും അത് ഉപയോഗപ്പെടുത്തിയത് കൊണ്ടാണ്, ഒരു പ്ലാനിങ് ഇതിന്റെ ഭാഗമായി ഉണ്ടായത് കൊണ്ടാണ് നമുക്ക് മനോഹരമായിട്ട് ഈ റോഡിന്റെ ഇതുപോലെയുള്ളൊരു നവീകരണം പൂർത്തിയാക്കാനായിട്ട് കഴിഞ്ഞത്. പട്ടണ ഹൃദയത്തിലെ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള 2 വാർഡുകളാണ്. ഏറ്റവും കൂടുതൽ ടൗൺ സ്ഥിതി ചെയ്യുന്ന പ്രദേശവും ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്ന വാർഡുകളുമൊക്കെയാണ്. സനീഷ് കുമാർ ചേട്ടൻ, പിന്നെ നമ്മുടെ ചെയർമാൻ ഷിബു ചേട്ടൻ, റെസിഡൻസ് അസോസിയേഷൻ സാബു ചേട്ടൻ, പിന്നെ എലിസബത്ത് ചേച്ചി, ജോജി ചേട്ടൻ, ഇവിടെ എത്തിച്ചേർന്ന ആളൂർ പോലീസ് സ്റ്റേഷൻ കെട്ടിടത്തിനുള്ള 19 സെന്റ് ഭൂമിയുടെ അനുമതി പത്രം ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ശ്രീമതി ഡോക്ടർ ബിന്ദുവിൽ നിന്ന് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി B കൃഷ്ണകുമാർ ഏറ്റുവാങ്ങി. 9 വർഷമായി വാടക കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന ആളൂർ പോലീസ് സ്റ്റേഷന് സ്വന്തമായി കെട്ടിടം നിർമ്മിക്കുന്നതിന് 19 സെന്റ് ഭൂമിയുടെ അനുമതി പത്രം കൈമാറി. ആളൂർ പഞ്ചായത്ത് ഹാളിൽ നടന്ന ചടങ്ങ് മന്ത്രി ഡോക്ടർ R ബിന്ദു ഉദ്ഘാടനം ചെയ്തു. ആളൂർ പഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലുള്ള 15 സെന്റ് ഭൂമിയും പോലീസ് സ്റ്റേഷൻ നിർമ്മാണ ജനകീയ സമിതി സ്വകാര്യ വ്യക്തിയിൽ നിന്നും വാങ്ങി പഞ്ചായത്തിന് നൽകിയ 4 സെന്റ് ഭൂമിയും ഉൾപ്പെടെ 19 സെന്റ് ഭൂമിയുടെ NOCയാണ് ചടങ്ങിൽ കൈമാറിയത്. ജില്ലാ പോലീസ് മേധാവി B കൃഷ്ണകുമാർ അനുമതി പത്രം ഏറ്റുവാങ്ങി. ആളൂർ പഞ്ചായത്ത് ഹാളിൽ വെച്ച് നടന്ന ചടങ്ങിൽ പഞ്ചായത്ത് അംഗങ്ങൾ, പോലീസ് ഉദ്യോഗസ്ഥർ, ജനപ്രതിനിധികൾ, സാമൂഹ്യ പ്രവർത്തകർ, പൊതുജനങ്ങൾ തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു. ജില്ലാ പഞ്ചായത്ത് അംഗം PK ഡേവിസ് മാസ്റ്റർ മുഖ്യാതിഥിയായി. ആളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KR ജോജോ അധ്യക്ഷനായി. തൃശൂർ റൂറൽ അഡീഷണൽ SP TS സിനോജ്, സ്പെഷ്യൽ ബ്രാഞ്ച് DYSP PR B ജോയ്, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രതി സുരേഷ്, ജനകീയ സമിതി വർക്കിംഗ് കൺവീനർ ഡേവിസ് തുളുവത്ത്,
KD ജോയ് മാസ്റ്റർ, ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷരായ ജോസ് മാഞ്ഞൂരൻ, ബിന്ദു ഷാജു, പഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷരായ ദിബിൻ പാപ്പച്ചൻ, ഷൈനി തിലകൻ, അഡ്വക്കേറ്റ് MS വിനയൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ സന്ധ്യ നൈസൻ, ജുമൈല സഗീർ, പഞ്ചായത്ത് സെക്രട്ടറി KN സുനിൽ എന്നിവരും പങ്കെടുത്തു. പുതുശ്ശേരി പെരേപ്പാടൻ കുടുംബ ട്രസ്റ്റിന്റെ രജത ജൂബിലി പൊതുസമ്മേളനവും കുടുംബസംഗമവും നവംബർ 8 ശനിയാഴ്ച ചാലക്കുടിയിലെ രാജീവ് ഗാന്ധി ടൗൺ ഹാളിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. രാവിലെ 10:30 പൊതുസമ്മേളനം സംസ്ഥാന റവന്യൂ ഭവന നിർമ്മാണ മന്ത്രി K രാജൻ ഉദ്ഘാടനം ചെയ്യും. ട്രസ്റ്റ് കേന്ദ്ര സമിതി പ്രസിഡന്റ് PD ജോണി അധ്യക്ഷത വഹിക്കും. ബെന്നി ബെഹനാൻ MP മുഖ്യപ്രഭാഷണം നടത്തും. സനീഷ് കുമാർ ജോസഫ് MLA സ്മരണിക ഡയറക്ടറി പ്രകാശനം ചെയ്യും. നഗരസഭാ ചെയർപേഴ്സൺ ഷിബു വാലപ്പൻ എൻഡോമെന്റ് വിതരണം നടത്തും. വാർഡ് കൌൺസിലർ TD എലിസബത്ത്, ചാലക്കുടി ഫൊറോന പള്ളി വികാരി ഫാദർ വർഗീസ് പാത്താടൻ തുടങ്ങിയവരും പങ്കെടുക്കും. വാർത്താ സമ്മേളനത്തിൽ ജൂബിലി ആഘോഷ കമ്മിറ്റി കേന്ദ്ര സമിതി പ്രസിഡന്റ് PD ജോണി, ജനറൽ സെക്രട്ടറി PK ജോർജ്, ജനറൽ കൺവീനർ പോൾസൺ ഫെരേപ്പാടൻ, സെക്രട്ടറി ലിജി ബിജു, ട്രസ്റ്റ് ചെയർമാൻ PK റോബിൻ തുടങ്ങിയവർ പങ്കെടുത്തു. ഉദ്ഘാടനം ബഹുമാനപ്പെട്ട സംസ്ഥാന റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി K രാജൻ, അധ്യക്ഷൻ PD ജോണിയുടെ അധ്യക്ഷതയിൽ മീറ്റിംഗ് കൂടുന്നു. മുഖ്യപ്രഭാഷണം ശ്രീ ബെന്നി ബെഹനാൻ MP, സ്മരണിക ആൻഡ് ഫാമിലി ഡയറക്ടറുടെ പ്രകാശനം ബഹുമാനപ്പെട്ട MLA ശ്രീ സനീഷ് കുമാർ ജോസഫ്, അനുഗ്രഹ പ്രഭാഷണം വലിയ റവറൻഡ് ഫാദർ വർഗീസ് പാത്താടൻ. ചാലക്കുടി നഗരസഭയിലെ ഗാന്ധിനഗർ പ്രദേശത്തിൽ താമസിക്കുന്ന 19 കുടുംബങ്ങൾക്ക് ഭൂമിയുടെ ഉടമസ്ഥാവകാശം അനുവദിക്കുന്നതിനുള്ള അന്തിമ നടപടികൾക്ക് കൗൺസിൽ അംഗീകാരം നൽകി. പതിറ്റാണ്ടുകളായി ഇവിടെ താമസിക്കുന്നവരും നഗരസഭ ചേരി പുനരധിവാസത്തിന്റെ ഭാഗമായി സ്ഥലം ഏറ്റെടുത്ത് താമസിപ്പിച്ചവരുമായ 19 കുടുംബങ്ങൾക്ക് ഇവരുടെ താമസ സ്ഥലത്തിന്റെ ഉടമസ്ഥാവകാശ രേഖ അനുവദിക്കുന്നതിന് റവന്യൂ വകുപ്പും നഗരസഭാ ഉദ്യോഗസ്ഥരും തയ്യാറാക്കി നൽകിയ റിപ്പോർട്ടും അന്തിമ ലിസ്റ്റിനുമാണ് കൗൺസിൽ അംഗീകാരം നൽകിയത്. ഏറെ വർഷങ്ങളായി ഇവിടെ താമസിച്ചു വരുന്നവരിൽ 19 കുടുംബങ്ങൾക്ക് ഉടമസ്ഥാവകാശം ലഭിച്ചിരുന്നില്ല. 52 കുടുംബങ്ങൾക്കാണ് ചേരി പുനരധിവാസത്തിന്റെ ഭാഗമായി ഇവിടെ താമസ സൗകര്യം ഒരുക്കിയിരുന്നത്. ഇതിൽ 33 കുടുംബങ്ങൾക്ക് നേരത്തെ ഉടമസ്ഥാവകാശം ലഭിച്ചിരുന്നു. 19 കുടുംബങ്ങൾ ഭൂമി കൈമാറ്റം ചെയ്തവരും പിൽക്കാലത്ത് ഇവിടെ താമസിപ്പിച്ചവരുമാണ്. വിവിധ ഘട്ടങ്ങളിൽ ഇവർക്ക് ഉടമസ്ഥാവകാശം നൽകുന്നതിന് കൗൺസിൽ ശ്രമിച്ചിരുന്നുവെങ്കിലും ലഭ്യമായിരുന്നില്ല. ഇവർക്ക് അടിയന്തരമായി ഭൂമിയുടെ ഉടമസ്ഥാവകാശം കൈമാറാൻ മാസങ്ങൾക്ക് മുമ്പ് സർക്കാരിനോട് കൗൺസിൽ അനുമതി ആവശ്യപ്പെട്ടതിനെ തുടർന്ന് ഇവരുടെ സ്ഥലം സംബന്ധിച്ചും താമസം സംബന്ധിച്ചും വിശദമായ റിപ്പോർട്ട് റവന്യൂ വകുപ്പിൽ നിന്നും നഗരസഭയിൽ നിന്നും തയ്യാറാക്കി നൽകാൻ സർക്കാർ ആവശ്യപ്പെടുകയായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ റവന്യൂ അധികാരികൾ ഭൂമി സംബന്ധമായി തയ്യാറാക്കി വിശദമായ റിപ്പോർട്ടും താമസ വിവരം സംബന്ധിച്ചുള്ള നഗരസഭ തയ്യാറാക്കിയ ലിസ്റ്റിനുമാണ് കൗൺസിൽ അംഗീകാരം നൽകിയത്. സർക്കാരിന്റെ അനുമതിക്കായി ലഭ്യമാക്കാനും കൗൺസിൽ തീരുമാനിച്ചു. നഗരസഭ അതിർത്തിയിൽ താമസക്കാരായവർ മരണപ്പെട്ടാൽ ഇവരുടെ മൃതദേഹ സംസ്കാരത്തിന് നഗരസഭയുടെ ആംബുലൻസും മൊബൈൽ ഫ്രീസറും സൗജന്യമായി അനുവദിക്കാനും കൗൺസിൽ തീരുമാനിച്ചു. നഗരസഭ അതിർത്തിക്കുള്ളിൽ നടക്കുന്ന മൃതദേഹ സംസ്കാര ചടങ്ങുകൾക്ക് മാത്രമാണ് ആംബുലൻസ് സർവീസ് സൗജന്യമായി അനുവദിക്കുക. നഗരസഭ പുതുതായി വാങ്ങിയ മൊബൈൽ ഫ്രീസറും നഗരസഭ അതിർത്തിയിലെ താമസക്കാരായവർക്ക് സൗജന്യമായി നൽകാനും കൗൺസിൽ തീരുമാനിച്ചു. ക്രെമിറ്റോറിയത്തിന്റെ നഗരസഭയിലെ താമസക്കാരുടെ മൃതദേഹ സംസ്കാരം പൂർണ്ണമായി സൗജന്യമാക്കാൻ ഈ വർഷത്തെ ബഡ്ജറ്റിലൂടെ കൗൺസിൽ തീരുമാനിച്ചിരുന്നു. ചാലക്കുടി സൗത്ത് ജംഗ്ഷനിലെ പൗലോസ് താക്കോൽക്കാരൻ പാർക്കിൽ ഭരണഘടനാ ശില്പി AR അംബേദ്കറുടെയും സാമൂഹ്യ പരിഷ്കർത്താവ് മഹാത്മാ അയ്യങ്കാളിയുടെയും പൂർണ്ണ പ്രതിമ സ്ഥാപിക്കുന്നതിന് കൗൺസിൽ തീരുമാനിച്ചു. ഇത് സംബന്ധിച്ച് നഗരസഭാ സ്റ്റിയറിംഗ് കമ്മിറ്റി നൽകിയ ശുപാർശ കൗൺസിൽ അംഗീകരിക്കുകയായിരുന്നു. നഗരസഭയുടെ പൂർണ്ണമായ ചെലവിലായിരിക്കും പ്രതിമകൾ സ്ഥാപിക്കുക. നഗരസഭാ വക ഷോപ്പിംഗ് കോംപ്ലക്സുകളിലെ വാടകക്കാർക്ക് ഓരോ വർഷവും സർക്കാർ നിർദ്ദേശിച്ചിട്ടുള്ള 5%
10% വാടക വർധനവ് ഈ വർഷം ഒഴിവാക്കാൻ കൗൺസിൽ തീരുമാനിച്ചു. വ്യാപാരികൾ സാമ്പത്തികമായ പ്രതിസന്ധി നേരിടുന്ന സാഹചര്യത്തിലാണ് വാടക വർധനവ് ഒഴിവാക്കാൻ കൗൺസിൽ തീരുമാനിച്ചത്. നഗരസഭയിലെ തെരുവ് വിളക്കുകളുടെ വാർഷിക അറ്റകുറ്റപ്പണികളുടെ 21.82 ലക്ഷം രൂപയുടെ ടെൻഡറിന് കൗൺസിൽ അംഗീകാരം നൽകി. 2595 തെരുവ് വിളക്കുകളുടെ പരിപാലനമാണ് കരാറുകാരന് നൽകിയിട്ടുള്ളത്. 11ാം വാർഡിൽ അംഗൻവാടി നിർമ്മിക്കുന്നതിന് 4 സെന്റ് സ്ഥലം സർക്കാർ നിശ്ചയിച്ച വിലയ്ക്ക് ഏറ്റെടുക്കാൻ കൗൺസിൽ തീരുമാനിച്ചു. ഇത് സംബന്ധിച്ച് റവന്യൂ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും ലഭിച്ചിട്ടുള്ള വില നൽകാനും ഭൂമിയുടെ രജിസ്ട്രേഷൻ നടപടികൾ സ്വീകരിക്കാനും കൗൺസിൽ തീരുമാനിച്ചു. ചെയർപേഴ്സൺ ഷിബു വാലപ്പൻ അധ്യക്ഷത വഹിച്ചു. നമ്മുടെ സ്വഭാവ രീതിയും ഒക്കെ നമ്മുടെ ഇടയിലൊക്കെ നമുക്ക് ഉണ്ടെങ്കിലും എനിക്ക് തോന്നുന്നു വളരെ മാന്യമായി വളരെ സൗഹൃദപരമായി പോയ ഒരു കൗൺസിലാണ് ഈ 2020-2025 കൗൺസിൽ കാലയളവ് എന്ന് പറയുന്നത്. ഒരു മൃഗീയ ഭൂരിപക്ഷം ഒരു പക്ഷത്തിന് ഉണ്ടായി എന്നുള്ളതുകൊണ്ടും ഒരു പക്ഷത്തിന് അത് എണ്ണം കുറവായതുകൊണ്ടും യാതൊരു തരത്തിലുള്ള ഞാൻ വളരെ ഇത് പറയാണ് അത്തരം ഒരു രീതിയിലുള്ള ഒരു ബന്ധങ്ങളിൽ അകച്ച ആരും തമ്മിൽ നമ്മുടെ ഇടയിൽ ഉണ്ടായിട്ടില്ല. അത് അപ്പുറത്തുനിന്ന് പ്രതിപക്ഷം എന്ന് നമ്മൾ പറയുന്ന രീതിയിലുള്ള ആളുകൾ തിരിച്ചും ഭരണപക്ഷത്തുള്ള ആളുകൾ എന്ന നിലയ്ക്ക് അങ്ങോട്ടും വളരെ സൗഹൃദപരമായിരുന്നു ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിലെ നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും. കൗൺസിലിന്റെ ഒരു വ്യക്തിപരമായ വൈരാഗ്യം ഉണ്ടാകുന്ന രീതിയിൽ ഒരു വിഷയവും നമ്മുടെ കൗൺസിലിനകത്ത് ഉണ്ടായില്ല എന്നുള്ളൊരു സവിശേഷതയായിട്ട് ഞാൻ കാണാണ്. പല കൗൺസിലിന്റെ കാലത്തും വ്യക്തിപരമായി വളരെ അകച്ചകൾ ഉണ്ടാകുന്ന, കേസുകൾ ഉണ്ടാകുന്ന, കയ്യേറ്റങ്ങൾ ഉണ്ടാകുന്ന സന്ദർഭങ്ങൾ ഒട്ടുമിക്ക കൗൺസിലുകളുടെ കാലത്തും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഈ കൗൺസിലിന്റെ കാലത്ത് അത്തരത്തിലൊരു സംഭവം ഉണ്ടായില്ല എന്ന് പറയുന്നത് നമ്മുടെ ജനപ്രതിനിധികളുടെ ഒരു നിലവാരം കൂടി വർദ്ധിച്ചതിന്റെ ഭാഗമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ആവണം ജനപ്രതിനിധി കാലഘട്ടത്തിൽ ഒരു സംശയമില്ല. പ്രതിപക്ഷത്തിന്റെ റോൾ എടുക്കാനായിട്ട് ജനാധിപത്യത്തിൽ ഒരുപാട് മാർഗങ്ങൾ നമ്മുടെ പൂർവികരൊക്കെ കാണിച്ചു തന്നിട്ടുണ്ട്. അത് ഇവിടെ മാത്രമല്ല, ഉയർന്ന തലങ്ങളിൽ നിന്നൊക്കെ കാണിച്ചു തന്നിട്ടുണ്ട്. എന്നാൽ ശരിയല്ലാത്ത മാർഗങ്ങൾ നമ്മുടെ കൺമുമ്പിലൊക്കെ ഇഷ്ടംപോലെ നമ്മൾ കണ്ടുവരുന്നുണ്ട്. പക്ഷെ അതിൽ ശരിയായ കാര്യം തെരഞ്ഞെടുത്ത ഒരു കൗൺസിൽ എന്നുള്ളൊരു അഭിപ്രായം തീർച്ചയായിട്ടും ഈ സന്ദർഭത്തിൽ ഞാൻ പങ്കുവയ്ക്കുകയാണ്. അതിന് നേതൃത്വം കൊടുത്ത ചെയർമാൻമാര് പൈലക്കാരനായാലും അതുപോലെ തന്നെ വിശേഷമാണെങ്കിലും മുൻ വൈസ് ചെയർമാൻമാര് അതുപോലെ സിന്ധു ലോജു ആണെങ്കിലും അതിനുശേഷം ആലീസാണെങ്കിലും ശ്രീദേവിച്ചാണെങ്കിലും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാര് ലീഡർമാര് പ്രതിപക്ഷ നേതാവ് എന്ന് നമ്മൾ പറയുന്ന LDF-ന്റെ ലീഡർ സുരേഷ് ആണെങ്കിലും ഇപ്പൊ UDF-ന്റെ ലീഡറായ ജോലിയിലാണെങ്കിലും ഒക്കെ കൗൺസിലിന്റെ ഒരു പൊതുവികാരം മനസ്സിലാക്കി നമ്മളെല്ലാവരും പെരുമാറിയിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മുടെ കൃത്യമായിട്ടുള്ള ഒരു തെളിവ്. നമ്മളെല്ലാം വിചാരിച്ച കാര്യങ്ങളൊന്നും സാധ്യമായിട്ടുണ്ടാവില്ല എന്നുള്ള സത്യമാണ്. നമ്മുടെ പല പരിമിതികളും ഇതിനകത്ത് നമുക്ക് എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ട്. എല്ലാവരും ഒന്നും നമുക്ക് സാധ്യമാക്കാൻ രാജ്യത്തെ പ്രമുഖ വെയർഹൌസ് ആൻഡ് ലോജിസ്റ്റിക് കമ്പനിയായ AVIGNA 150 കോടിയുടെ നിക്ഷേപവുമായി കേരളത്തിലേക്ക്. അങ്കമാലി പുളിയനത്ത് നിർമ്മാണം പൂർത്തീകരിച്ച ലോജിസ്റ്റിക് പാർക്കിന്റെ ഉദ്ഘാടനം വ്യവസായ വകുപ്പ് മന്ത്രി P. രാജീവ് നിർവഹിച്ചു. AVIGNA ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ S. രാജശേഖരൻ അധ്യക്ഷത വഹിച്ചു. ചെന്നൈ ആസ്ഥാനമായി പ്രവർത്തനം ആരംഭിച്ച കമ്പനിയുടെ കേരളത്തിലെ ആദ്യ പാർക്കാണ് അങ്കമാലിയിലേത്. സംസ്ഥാനത്തിന്റെ വ്യവസായ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാകുന്ന ഈ പദ്ധതിയിലൂടെ 1500 പേർക്ക് പ്രത്യക്ഷമായും 250-ലധികം പേർക്ക് പരോക്ഷമായും തൊഴിൽ അവസരം ഒരുക്കിയിട്ടുണ്ട്. 21.35 ഏക്കറിൽ 5 ലക്ഷം ചതുരശ്രേണി വിസ്തീർണത്തെ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയാണ് പാർക്ക് സജ്ജമാക്കിയിട്ടുള്ളത്. ആമസോൺ, TD വേൾഡ്, ഫ്ലിപ്കാർട്ട്, സോണി, ഫ്ലൈ ജാക്ക് തുടങ്ങിയ ആഗോള വൻകിട കമ്പനികൾ ഇവിടെ പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട്. ബെന്നി ബെഹനാൻ MP, റോജി M. ജോൺ MLA, പാറക്കടവ് പഞ്ചായത്ത് പ്രസിഡന്റ് SV ജയദേവൻ, വാർഡ് കൗൺസിലർ രാജമ്മ തുടങ്ങിയവർ പങ്കെടുത്തു. Let's together give round of applause as we officially unveil Avigna's warehousing project in Kochi. Good evening, respected dignitaries, esteemed guests. Mr. Vinay, we request your presence on stage, please. I would also like to welcome Sri Jayadevan to the inaugurating ceremony of Avigna Logistics Park. സംസ്ഥാനത്ത് തുടർച്ചയായ 2ാം ദിവസവും സ്വർണ്ണവിലയിൽ ഇടിവ്. പവന് ഒറ്റയടിക്ക് 720 രൂപയാണ് കുറഞ്ഞത്. 89,080 രൂപയാണ് ഒരു പവൻ സ്വർണത്തിന്റെ വില. ഗ്രാമിന് ആനുപാതികമായി 90 രൂപയാണ് കുറഞ്ഞത്. 11,135 രൂപയാണ് 1 ഗ്രാം സ്വർണത്തിന്റെ വില. ചൊവ്വാഴ്ച പവന് 520 രൂപ കുറഞ്ഞതോടെയാണ് സ്വർണ്ണവില 90,000-ൽ താഴെയെത്തിയത്.
10 ദിവസത്തിനിടെ 9,000 രൂപ കുറഞ്ഞ ശേഷം ഒക്ടോബർ 30 മുതൽ വീണ്ടും വില ഉയർന്ന് 90,000-ന് മുകളിൽ എത്തിയിരുന്നു. തുടർച്ചയായ ദിവസങ്ങളിൽ വില കൂടി 90,000 കടന്നു കുതിച്ച സ്വർണ്ണവില ചൊവ്വാഴ്ച ഒറ്റയടിക്ക് താഴ്ന്നതോടെയാണ് 90,000-ൽ താഴെയെത്തിയത്. ഒക്ടോബർ 17-ന് രേഖപ്പെടുത്തിയ 97,360 രൂപയാണ് സർവ്വകാല റെക്കോർഡ്. അമേരിക്കയിൽ സാമ്പത്തിക രംഗത്ത് നിലനിൽക്കുന്ന അനിശ്ചിതത്വം അടക്കമുള്ള വിഷയങ്ങളാണ് അന്താരാഷ്ട്ര വിപണിയിൽ സ്വർണ്ണവിലയെ സ്വാധീനിക്കുന്നത്. അന്താരാഷ്ട്ര വിപണിയിൽ സ്വർണ്ണവിലയിൽ ഉണ്ടാകുന്ന ചലനങ്ങൾ ഇന്ത്യൻ വിപണിയിലും പ്രതിഫലിക്കുന്നതാണ് വില വർധനയ്ക്ക് കാരണം. കോടിശ്ശേരി പഞ്ചായത്തിലെ പ്രധാന റോഡായി കുറ്റിച്ചിറ ചായപ്പകുഴി റോഡ് PWD ഏറ്റെടുക്കണമെന്ന ആവശ്യവുമായി CM വിത്ത് മീ പരിപാടി വഴി പൊതുപ്രവർത്തകനായ KN ജോസ് മുഖ്യമന്ത്രിക്ക് പരാതി നൽകി. റോഡ് ജില്ലാ പഞ്ചായത്തിന്റെ പരിധിയിലാണെങ്കിലും PWDക്ക് വിട്ടു നൽകുന്നതിന് 1 വർഷം മുമ്പ് സമ്മതപത്രം നൽകിയിട്ടും ഏറ്റെടുക്കുന്നതിന് പൊതുമരാമത്ത് വകുപ്പ് തയ്യാറാകാത്തതിനെ തുടർന്നാണ് CM വിത്ത് മീ പരിപാടി വഴി പരാതി നൽകിയത്. ചാലക്കുടി മുതൽ കുറ്റിച്ചിറ വരെ 14 കിലോമീറ്റർ ദൂരവും ചായപ്പൻകുഴി മുതൽ കേരള അതിർത്തിയായ മലക്കപ്പാറ വരെ 78 കിലോമീറ്റർ ദൂരവും PWD വക റോഡാണ്. ഇതിനിടയിലെ 2.5 കിലോമീറ്റർ ദൂരം മാത്രം ജില്ലാ പഞ്ചായത്തിന്റേതും. ഈ റൂട്ടിലൂടെ KSRTC ഉൾപ്പെടെ 98 ട്രിപ്പ് ബസ് മാത്രം ഓടുന്നുണ്ടെന്നും ധാരാളം ടൂറിസ്റ്റ് വാഹനങ്ങൾ അതിരപ്പള്ളി, ചാർപ്പ, വാഴച്ചാൽ, മലക്കപ്പാറ എന്നീ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലേക്ക് ഇതുവഴി കടന്നു പോകുന്നുണ്ടെന്നും മുഖ്യമന്ത്രിയോട് പറഞ്ഞു. തുടർന്ന് വിഷയം പരിഗണിക്കുവാൻ നോഡൽ ഓഫീസർക്ക് കൈമാറിയതായി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും അറിയിച്ചു. ഭക്ഷ്യോൽപ്പന്ന രംഗത്തെ 1ാം സ്ഥാനക്കാരായ അബാദ് ഫുഡിന്റെ കമ്പനി ഔട്ട്ലെറ്റ് ചാലക്കുടിയിൽ നവംബർ 6-ന് വ്യാഴാഴ്ച പ്രവർത്തനം ആരംഭിക്കും. വെള്ളിക്കുളം റോഡിൽ കട്ടിക്കുളം ജംഗ്ഷനിലാണ് കമ്പനി ഔട്ട്ലെറ്റ്. രാവിലെ 11-നാണ് ഉദ്ഘാടനം. അഞ്ഞനേട് യൂണിയൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്ന മാള ഉപജില്ല കേരള സ്കൂൾ കലോത്സവം 3ാം ദിവസം പൂർത്തിയാകുമ്പോൾ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ 199 പോയിന്റോടെ മാള സെന്റ് ആനലീസ് ഹയർ സെക്കൻഡറി സ്കൂളും ഹൈസ്കൂൾ വിഭാഗത്തിൽ 137 പോയിന്റോടെ കുഴിക്കാട്ടുശ്ശേരി സെന്റ് മേരീസ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളും മുന്നേറ്റം തുടരുന്നു. LP ജനറൽ വിഭാഗത്തിൽ വൈന്തല സെന്റ് ജോസഫ് CLP സ്കൂളും UP വിഭാഗത്തിൽ കാടുകുറ്റി LAL UP സ്കൂളും സംസ്കൃതോത്സവത്തിൽ ആളൂർ RM ഹയർ സെക്കൻഡറി സ്കൂളും അറബിക് കലോത്സവത്തിൽ LP വിഭാഗത്തിൽ കണ്ണിക്കുളങ്ങര NSVV LP സ്കൂളും UP വിഭാഗത്തിൽ ചക്കാമ്പറമ്പ് DPM UP സ്കൂളും ഹൈസ്കൂൾ വിഭാഗത്തിൽ അഷ്ടമിച്ചിറ GS ഹൈസ്കൂളും മുന്നിലാണ്. കലോത്സവത്തോടനുബന്ധിച്ച് നടത്തിയ സാംസ്കാരിക സന്ധ്യ പ്രശസ്ത ചിത്രകാരൻ സുരേഷ് മുട്ടത്തി ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് അഞ്ഞനാടിന്റെ അതുല്യ കലാകാരന്മാരുടെ കലാസന്ധ്യയും അരങ്ങേറി. മാധ്യമരംഗത്ത് 50 വർഷം പൂർത്തിയാക്കിയതിന് ചാലക്കുടി നഗരസഭ ആദരിച്ച ചാലക്കുടി പ്രസ് ക്ലബ് ജോയിന്റ് സെക്രട്ടറി സയ്യിദ് മുഹമ്മദിന് ചാലക്കുടി പ്രസ് ക്ലബിൽ ആദരവ് നൽകി. പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് MG ബാബു മാസ്റ്റർ അധ്യക്ഷനായി. സെക്രട്ടറി II അബ്ദുൾ മജീദ്, ട്രഷറർ KV ജയൻ, നഗരസഭ കൗൺസിലർ VJ ജോജി, സിദ്ദിഖ് മാസ്റ്റർ, ശങ്കർദാസ്, അനീഷ് തുടങ്ങിയവർ സംസാരിച്ചു. പലപ്പോഴും പാടിപ്പോവുകയാണ് പതിവ്. പക്ഷേ ഇതങ്ങനെയല്ല. എല്ലാവരുടെയും സാന്നിധ്യത്തിൽ നമ്മൾ അങ്ങനെയൊന്നും ആസൂത്രണങ്ങളും നടത്താതെ തന്നെ ലളിതവും സുന്ദരവും ആത്മാർത്ഥതയാണ് പ്രധാനം എന്ന് പറയുന്നത്. നമ്മൾ ഏത് ഒരു ചടങ്ങിന് മാത്രമായിട്ടല്ല നമ്മൾ സംഘടിപ്പിക്കുന്നത്. എല്ലാവരുടെയും മനസ്സ് തുറന്നുകൊണ്ട് സയ്യിദുക്കയെ നമ്മൾ അഭിനന്ദിക്കുകയാണ്, അദ്ദേഹത്തെ അനുമോദിക്കുകയാണ്. വളരെ മുമ്പ് തന്നെ അദ്ദേഹത്തെ ഒരു സംഘടന അദ്ദേഹത്തെ ആദരിച്ചിരുന്നു. സംഘടനയുടെ പേര് ഞാൻ ഓർക്കുന്നില്ല. നമ്മുടെ സോമൻ മാസ്റ്റർ എനർജി കൺസർവേഷൻ സൊസൈറ്റി ആദരിച്ചിരുന്നു. ഊർജ സംരക്ഷണ സമിതി അദ്ദേഹത്തെ ആദരിച്ചിരുന്നു. ഊർജം ലാഭിക്കുക എന്നുള്ളതാണ് അവരുടെ ഒരു പ്രധാന ലക്ഷ്യം. ലഭിക്കുമ്പോൾ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് ഒരു നിലപാടുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. എന്നും നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോയിക്കൊണ്ട വ്യക്തിയാണ് മുഹമ്മദ് ഖാൻ. പ്രസ് ക്ലബിന്റെ പല പ്രതിസന്ധി ഘട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ ഘട്ടങ്ങളിലെല്ലാം അദ്ദേഹത്തിനായിട്ടുള്ള വ്യക്തമായിട്ടുള്ള നിലപാടുകൾ ഉണ്ടായിരുന്നു. കാരണം അദ്ദേഹത്തിന്റെ പിതാവ് മുഹമ്മദ് മൗലവി കെട്ടിപ്പടുത്തിട്ടുള്ള പ്രസ് ക്ലബ്ബ്, ആ പ്രസ് ക്ലബിന്റെ ഒപ്പം നിന്നുകൊണ്ട് തന്നെ എല്ലാ കാലഘട്ടത്തിലും മുന്നോട്ട് പോയിട്ടുള്ള വ്യക്തിയാണ് മുഹമ്മദ്. പരാമർശിച്ച കാര്യങ്ങൾ തന്നെയാണ് നമ്മുടെ സയ്യിദ് മുഹമ്മദ് ഖാനെ ശരിക്കും പറയാനുള്ളത്. ഞാൻ അദ്ദേഹത്തിന്റെ പിതാവുമായിട്ട് പത്രപ്രവർത്തനം നടത്തിയ ഒരു വ്യക്തിയാണ്. ക്ലബിന്റെ സ്ഥാപക പ്രവർത്തകരിൽ ഒരാളാണ് അദ്ദേഹത്തിന്റെ പിതാവ്. അന്ന് പിതാവിനെ സഹായിക്കാനായിട്ട് സജീവമായി രംഗത്തുണ്ട്. അന്നിട്ടുള്ള പരിചയമാണ്. വ്യക്തിപരമായി പറയുകയാണെങ്കിൽ വളരെ പേഴ്സണലായിട്ട്, അതായത് വളരെ വിനീതനായിട്ട് വളരെ അടുത്ത ബന്ധം പുലർത്തുന്ന ഒരു വ്യക്തിത്വമാണ്. അതോടും പരിഭവം കാണിക്കാതെ നമ്മളൊക്കെ പലപ്പോഴും പ്രസ് ക്ലബിന്റെ അംഗങ്ങളെ, സഹപ്രവർത്തകരെ,
നമ്മൾ ഇന്നിവിടെ അർജന്റായിട്ടൊരു ചടങ്ങ്, ലളിതമായിട്ട് ചടങ്ങ് സംഘടിപ്പിച്ചിരിക്കുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട നമ്മുടെ അംഗവും സീനിയർ പത്രപ്രവർത്തകനുമായ എം മുഹമ്മദ് അക്കിക്ക് ഒരു ചെറിയ ആദരവ് നൽകുന്നതിന് വേണ്ടിയാണ്. അദ്ദേഹത്തെ നഗരസഭ വികസന സദസ്സിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയൊരു സ്വീകരണം കൊടുത്തു. അവര് സത്യത്തില് ഒരു ചെറിയ പരിപാടി കുറെ പേരുടെ സ്വീകരണമായിരുന്നു അവിടെ സംഘടിപ്പിച്ചത്. പക്ഷെ അവിടെയും സെയ്ദ് മുഹമ്മദിനെ അവർ ആദരിച്ചു. ഇതൊക്കെ തന്നെയാണ് ആ വിഷയങ്ങളും പറഞ്ഞത്. അവിടെ ആ ജനങ്ങളുടെ എല്ലാവരുടെ മുമ്പിൽ, അത്ര ആളുകളുടെ മുമ്പിൽ വീണ്ടും പൊന്നാടി അണിച്ചപ്പോൾ നമുക്ക് വളരെ സന്തോഷമുണ്ട്. അപ്പൊ 2 വട്ടം ഇപ്പോൾ അടുത്ത് തന്നെ ആദരവുണ്ടായിരുന്നു. ഏറ്റവും വലുത് ഇതായിരുന്നെങ്കിലും അതും ഒട്ടും മോശമല്ലാത്ത ഒരു ആദരവ് തന്നെയായിരുന്നു. അപ്പൊ അത് നമ്മൾ ആദരവ് പറഞ്ഞപ്പോൾ വളരെ സ്നേഹപൂർവ്വം അദ്ദേഹം നിരസിച്ചു. അങ്ങനെ വെറുതെ. പ്രശസ്ത ചിത്രകാരനും കേരള ലളിതകലാ അക്കാദമി അവാർഡ് ജേതാവുമായ SK നളിന് ഈ വർഷത്തെ ഇന്റർനാഷണൽ ബ്രൂക്ലിൻ മെറിറ്റ് അവാർഡ് ലഭിച്ചു. മുംബൈയിലെ മുൽജിബായ് മേത്ത ഇന്റർനാഷണൽ സ്കൂളിലെ ചിത്രകലാ അധ്യാപകനായിരുന്നു. ചാലക്കുടി കൂടപ്പുഴ സ്വദേശിയാണ്. അങ്കമാലി കറുകുറ്റി കരിപ്പാലയിൽ കഴുത്തിന് മുറിവേറ്റ നിലയിൽ ആശുപത്രിയിലെത്തിച്ച 6 മാസം പ്രായമുള്ള കുഞ്ഞു മരിച്ചു. ആന്റണി റൂത്ത് ദമ്പതികളുടെ മകളാണ് മരിച്ചത്. കഴുത്തിൽ മുറിവേറ്റ നിലയിൽ രാവിലെ 9 മണിയോടെയാണ് കുഞ്ഞിനെ കണ്ടത്. ഉടൻ അങ്കമാലി അപ്പോൾ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും 9:30 മരിച്ചു. അച്ഛനും അമ്മയും അമ്മുമ്മ റോസ്ലിനും അപ്പൂപ്പൻ ദേവസിക്കുട്ടിയുമായിരുന്നു വീട്ടിലുണ്ടായിരുന്നത്. കരച്ചിൽ കേട്ട് ഓടിയെത്തിയപ്പോൾ രക്തത്തിൽ കുളിച്ച നിലയിൽ അച്ഛന്റെ കയ്യിലായിരുന്നുവെന്നും എന്തു കടിച്ചതാണെന്നാണ് പറഞ്ഞതെന്നും കുഞ്ഞിനെ ആശുപത്രിയിലെത്തിച്ച PK മണി പറഞ്ഞു. ശാരീരിക അസ്വസ്ഥതയെ തുടർന്ന് അമ്മുമ്മ റോസി മൂക്കന്നൂർ MAGG ഹോസ്പിറ്റലിലേക്ക് മാറ്റി. അമ്മുമ്മയ്ക്ക് മാനസിക പ്രശ്നമുള്ളതായി പറയുന്നു. പോലീസ് വിശദമായ അന്വേഷണം ആരംഭിച്ചു. രാവിലെ കുഞ്ഞിനെ അമ്മുമ്മയുടെ അടുത്ത് കിടത്തി. അമ്മ അടുക്കളയിൽ പോയി വന്നപ്പോഴാണ് രക്തത്തിൽ കുളിച്ച നിലയിൽ കണ്ടെത്തിയത്. കുഞ്ഞിന്റെ മൃതദേഹം അങ്കമാലി അപ്പോളോ ആശുപത്രിയിലാണുള്ളത്. ചികിത്സയിലുള്ള അമ്മുമ്മ പോലീസ് നിരീക്ഷണത്തിലാണുള്ളത്. ആന്റണി റൂത്ത് ദമ്പതികളുടെ മകൾ 6 മാസം പ്രായമുള്ള ഡെല്ല മറിയം സാറയാണ് മരിച്ചത്. രാവിലെ 9 മണിക്ക് ഞാൻ ഓഫീസിൽ പോകാനായിട്ട് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ ഭക്ഷണം കഴിക്കുന്ന ഇടയ്ക്ക് ഭയങ്കര നൂലുവിളി കേട്ട്. അപ്പോൾ കരച്ചിൽ കേട്ടപ്പോൾ തൊട്ടടുത്ത വീട്ടിൽ നിന്ന് ആ കരച്ചിൽ കേട്ട് ഞാൻ അവിടുത്തെ ചേച്ചിക്ക് എന്തോ അത്യാവശ്യം സംഭവിച്ചാന്ന് വെച്ചിട്ട് വയ്യണ്ടിരിക്കണ അത്യാവശ്യം സംഭവിച്ചാൽ ഞാൻ ചെന്നു. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ അവിടെ ചെല്ലുമ്പോൾ കുട്ടിയുടെ അച്ഛൻ മുറ്റത്ത് മുട്ടുകുത്തിയൊക്കെയാണ് കൊച്ചിനെയും പിടിച്ചിട്ട് ഇങ്ങനെ ചോര വിളിച്ചിട്ട്. അപ്പോൾ അത് കണ്ടപ്പോൾ എന്തോ അത്യാവശ്യം സംഭവിച്ചെന്നുള്ളത് കൊണ്ട് ഞാൻ എന്താ പറ്റിയെന്ന് വെച്ചപ്പോൾ എന്തോ കടിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ ഞാൻ തിരിച്ചു ഓടി വന്ന് വണ്ടി എടുത്തിട്ട് പെട്ടെന്ന് കൊച്ചിൻ്റെ അച്ഛനും അമ്മേനെയും കൂട്ടി തൊട്ടടുത്തുള്ള സച്ചു എന്ന പയ്യനെയും കൂട്ടി പെട്ടെന്ന് അപ്പോളോ ഹോസ്പിറ്റലിലേക്ക് പോയി. അപ്പോൾ അത് കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ ചെന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു പൾസൊക്കെ കുറവാണ്, ഒരു 9:30 കഴിഞ്ഞപ്പോൾ കുട്ടി മരിച്ചു എന്നുള്ള കാര്യം കൂടി അവർ പറഞ്ഞു. മൂക്കന്നൂർ ഇഞ്ചക്ക് പാലാട്ട് ദേവസ്വക്കുട്ടി നിര്യാതനായി 72 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. വിറ്റിലപ്പാറ മാനാടൻ വർഗീസ് ഭാര്യ ലൂസീന നിര്യാതയായി 74 വയസ്സായിരുന്നു. സംസ്കാരം പിന്നീട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ചാലക്കുടി വിദ്യാഭ്യാസ ഉപജില്ലാ കേരള സ്കൂൾ കലോത്സവം ആരംഭിച്ചു. പരിയാരം ഗ്രാമപഞ്ചായത്തിലെ മൂദ്രക്കണ്ണി ബാലിക്കുളത്ത് വയോജന ക്ലബിന്റെ നിർമ്മാണം ആരംഭിച്ചു. നവീകരിച്ച ചാലക്കുടി പാലസ് മോഡ് റോഡ് സനീഷ് കുമാർ ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. ആളൂർ പോലീസ് സ്റ്റേഷൻ കെട്ടിടത്തിനുള്ള 19 സെന്റ് ഭൂമിയുടെ അനുമതി പത്രം ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ശ്രീമതി ഡോക്ടർ ബിന്ദുവിൽ നിന്ന് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി B കൃഷ്ണകുമാർ ഏറ്റുവാങ്ങി. സംസ്ഥാനത്ത് തുടർച്ചയായ 2ാം ദിവസവും സ്വർണ്ണവിലയിൽ ഇടിവ്.
കഴുത്തിന് മുറിവേറ്റ നിലയിൽ ആശുപത്രിയിലെത്തിച്ച 6 മാസം പ്രായമുള്ള കുഞ്ഞു മരിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.